കേരളത്തിൻ്റെ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? പിണറായി വിജയൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ആദ്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു കോൺഗ്രസിൻ്റെ. അതിനുശേഷം രണ്ടാമത്തെ 5 വർഷം വി ഡി സതീശനായിരുന്നു പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കൊറോണയും അതോടനുബന്ധിച്ച് പിണറായി വിജയന് ലഭിച്ച PR അവസരങ്ങളും കൊണ്ട് വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ഭരണത്തിലേക്ക് വരാൻ പറ്റിയില്ല. പിന്നീട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായി. വി ഡി സതീശൻ പാർട്ടിയെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും UDF നയിക്കുന്നതുകൊണ്ടൊക്കെ ഭരണത്തിലേക്ക് വരും എന്ന ഒരു ചിന്തയിലാണിപ്പോൾ. അതുകൊണ്ട് കോൺഗ്രസ്സിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണ് അവർ നടത്തുന്നത്. UDF ജയിക്കും, അതുകൊണ്ട് മുഖ്യമന്ത്രി ആരായിരിക്കണം, അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കണോ അതോ അതിന് മുമ്പത്തെ പ്രതിപക്ഷ നേതാവായിരിക്കണോ എന്നുള്ള ചർച്ചയുണ്ട്. ഹൈക്കമാൻഡ് പറയുന്നു ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ മുഖ്യമന്ത്രിയാക്കിയാൽ നല്ലതായിരിക്കുമെന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ ഇവിടെ ഉള്ള നേതാക്കൾക്ക്, ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയ നേതാക്കൾക്കൊക്കെ മുഖ്യമന്ത്രി ആകണമെന്നുള്ള ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് അവർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും UDF ഇപ്പോൾ ഇല്ല. ഇനി LDF വന്നു കഴിഞ്ഞാൽ ഈ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് പറഞ്ഞ പിണറായി സഖാവല്ലാതെ മറ്റാരുണ്ടിവിടെ എന്നാണ് ആ പാർട്ടിയുടെ ഒരു അവസ്ഥ. കാരണം തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ 10 വർഷം കേരളത്തെ നയിച്ച ശ്രീ പിണറായി സഖാവ് ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ തന്നെ ആയിരിക്കണം ആ പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവ്. പക്ഷേ ശ്രീ പിണറായി വിജയന് ഈ പ്രതിപക്ഷ നേതാവായിട്ട് നിയമസഭയിൽ ഇരിക്കാനുള്ള ഒരു തൻ്റേടവും ആർജവും ധൈര്യവും അന്തസ്സും ഒക്കെ ഉണ്ടോ എന്നുള്ളത് അത് വേറൊരു കാര്യം. പിണറായി വിജയന് ധൈര്യമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, ജനാധിപത്യ മര്യാദയുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ്. അത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ അന്തസ്സും ജനാധിപത്യ മര്യാദയൊക്കെ ഉണ്ടോ എന്നുള്ളത് വരുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം തീർച്ചയായിട്ടും നമ്മുടെ LDF ഏറ്റവും ഞാനല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞ് കേരളത്തിലുടനീളം ബോർഡ് വെച്ചിരിക്കുന്ന ഞാനല്ലാതെ മറ്റാരുണ്ട്. അപ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ ശ്രീ പിണറായി വിജയനല്ലാതെ മറ്റാരുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അവസ്ഥ.